സർക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ അതൊക്കെ രമ്യമായിട്ട് പരിഹരിക്കുവാനായിട്ട് മാർഗനിർദ്ദേശങ്ങൾക്കായിട്ട് പലപ്പോഴും ഞങ്ങൾ ആശ്രയിച്ചിരുന്നത് മാണി സാറിനെയാണ്. ഒരു ഘട്ടത്തിൽ ഗൗരവമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായ അവസരത്തിൽ ഞങ്ങൾ മാണി സാറിനെ ടെലിഫോൺ ചെയ്ത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഡൽഹിയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിത് വൈകുന്നേരം ഉടൻ തിരിക്കുകയാണ്, തിരുവനന്തപുരത്തേക്കാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് എപ്പോഴെങ്കിലും രാത്രിയിൽ പാലാരിവട്ടത്ത് POCയിൽ എത്തിച്ചേരാമെന്ന് പറയുകയും അതുപോലെ തന്നെ എത്തിച്ചേരുകയും തൻ്റെ രാഷ്ട്രീയ നയങ്ങൾക്ക്, സർക്കാരിൻ്റെ നയങ്ങൾക്ക് ഒരു കോട്ടം വരാതെ തന്നെ എപ്രകാരം സമാധാനപരമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വിലയേറിയ മാർഗദർശനങ്ങൾ നൽകുകയുമുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്നേഹിതനെയാണ്, ഒരു മാർഗദർശിയെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാനുള്ളൊരു അവസരമുണ്ടായി. ആ അവസരത്തിൽ എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. അദ്ദേഹം മന്ത്രിമന്ദിരത്തിൽ നിന്ന് ഇവിടെ പറയുന്ന അന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ചു. സാർ വളരെയധികം തളർന്നു പോയിട്ടുണ്ടായിരിക്കുമല്ലോ, ഞാനവിടെ ഒന്ന് വന്ന് ഒരു വാക്ക് ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ളൊരു ചിരിയാണ് എനിക്ക് ടെലിഫോണിലൂടെ കേൾക്കാൻ സാധിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു, എല്ലാം കലങ്ങി തെളിയാനേ ഉള്ളൂ, പിതാവിൻ്റെ വിലയേറിയ സമയമൊന്നും ഇതിനൊന്നും നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നത് പോലെ തോന്നി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മാണി സാറിൻ്റെ വേർപാടിൽ നമ്മൾ വളരെയധികം ദുഃഖിക്കുകയാണ്. വലിയൊരു വിടവ് നമ്മളിലൂടെ എവിടെ വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ യാത്ര പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എടുത്തു കാണിക്കുവാനുള്ള ഒരു സമയമല്ല ഇതെന്ന് എനിക്കറിയാം. പ്രധാനമായിട്ടും വിശേഷ പ്രഭാഷണം ചെയ്യാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെയധികം ചുരുങ്ങിയ വാക്കുകളിൽ മാണി സാറ് ജീവിച്ചിരുന്നപ്പോൾ മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമല്ല അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഏതാനും സത്യങ്ങൾ ഒന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപക്ഷെ